നമ്മളിന്ന് KTU 2019 സ്കീം S5 സിവിൽ എഞ്ചിനീയറിംഗിലെ ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ 3rd മൊഡ്യൂൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് 2 ടോപ്പിക്കാണ് അതിലുള്ളത്, സ്ലാബ്സും സ്റ്റെയർ കേസും ആണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് സ്ലാബ്. സ്ലാബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു 2 ഡയമെൻഷൻ ആയിട്ടുള്ള ഒരു പ്ലെയിനാർ എലമെൻ്റ് ആണ്. നമ്മൾ എല്ലാ ടൈപ്പ് ബിൽഡിങ്ങിനകത്തും സ്ട്രക്ചേഴ്സിൽ ഫ്ലോറായിട്ടും റൂഫായിട്ടും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് സ്ലാബ് എന്ന് പറയുന്നത്. ഈ സ്ലാബ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, 1 വേ സ്ലാബും 2 വേ സ്ലാബും. ഇപ്പോൾ നമ്മൾ 1 വേ സ്ലാബിൻ്റെ 2 വേ സ്ലാബിൻ്റെ ഡിസൈൻ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചു. ഇപ്പോൾ 1 വേ സ്ലാബ് നമ്മൾ ആ ഡിസൈൻ പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു എങ്ങനെയാണ് നമ്മളൊരു സ്ലാബ് 1 വേ ആണോ 2 വേ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതിൻ്റെ LY/LX റേഷ്യോ ബേസ് ചെയ്തുകൊണ്ടാണ്. LY/LX റേഷ്യോ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ അത് 1 വേ സ്ലാബും ലെസ് ദാൻ 2 ആണെങ്കിൽ അത് 2 വേ സ്ലാബും ആണെന്നാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇനി അതിൻ്റെ വരുന്ന മൊമെൻറ്റിൻ്റെ ബേസിസിൽ നമ്മൾ പറയുവാണെങ്കിൽ ഒരു ഡയറക്ഷനിലും മാത്രം, അതായത് ഷോർട്ടർ ഡയറക്ഷനിലും മാത്രമാണ് ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത് എങ്കിൽ അതിനെ നമ്മൾ 1 വേ സ്ലാബ് എന്ന് വിളിക്കും. 2 ഡയറക്ഷനിലും ബെൻഡിങ് മൊമെൻറ്റ് ആക്റ്റീവ് ആണെങ്കിൽ നമ്മളതിനെ 2 വേ സ്ലാബ് എന്ന് വിളിക്കും. അപ്പോൾ ലോഡ് ഡിസ്ട്രിബ്യൂഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഷോർട്ടർ സ്പാനിലായിരിക്കും 1 വേ സ്ലാബിൽ കൂടുതൽ ലോഡ് വരിക. അതായത് നമുക്ക് ടോട്ടൽ ആക്ട് ചെയ്യുന്ന ലോഡിൻ്റെ 95% എബൌട്ടായിട്ട് ഷോർട്ടർ സ്പാനിലും എബൌട്ട് 5% ആണ് ലോങ്ങർ സ്പാനിൽ വരുന്നതെങ്കിൽ അത് 1 വേ സ്ലാബും. 2 വേ സ്ലാബിൻ്റെ കേസസിലാണ് ഏകദേശം ഈക്വലായിട്ട് 2 സ്പാനിലും ലോഡ് ഷെയറിങ് നടക്കും. അപ്പോൾ അടുത്തത് നമ്മൾ പറയുന്നത് 1 വേ സ്ലാബിൻ്റെയും 2 വേ സ്ലാബിൻ്റെയും കൂടെ ജസ്റ്റ് ഒരു കമ്പാരിസൺ ആണ്. അത് ചോദിക്കാറുണ്ട് തിയറി ക്വസ്റ്റനായിട്ട്. 3 മാർക്കിന് നമുക്ക് പാർട്ട് എയിൽ ചോദിക്കാറുള്ള ക്വസ്റ്റനാണ്. ഇപ്പോൾ ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞു LY/LX റേഷ്യോയുടെ ബേസിസിലാണ്. LY/LX ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ 1 വേ സ്ലാബ്, ലെസ് ദാൻ 2 ആണെങ്കിൽ 2 വേ സ്ലാബ്. പിന്നെ ബെൻഡിങ് മൊമെൻറ്റ് ഷോർട്ടർ ഡയറക്ഷനിലും മാത്രമേ ഉള്ളൂ 1 വേ സ്ലാബിൽ. 2 വേ സ്ലാബ് ആകുമ്പോൾ 2 ഡയറക്ഷനിലും വരും. അതുകൊണ്ട് തന്നെ ഡെപ്ത്ത് 1 വേ സ്ലാബിൽ കൂടുതൽ വേണം. 2 വേ സ്ലാബ് ആണെങ്കിൽ ഡെപ്ത്ത് കുറവ് മതി. മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് ബെൻഡിങ് വരുന്ന ഡയറക്ഷനിലാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഷോർട്ടർ ഡയറക്ഷനിലായിരിക്കും 1 വേ സ്ലാബിൽ കൊടുക്കുക. 2 വേ സ്ലാബിലാണെങ്കിൽ 2 ഡയറക്ഷനിലും കൊടുക്കുന്നത് മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് തന്നെയാണ്. 1 വേ സ്ലാബ് എന്ന് പറയുന്നത് എക്കണോമിക്കൽ ആയിരിക്കില്ല, കാരണം നമ്മളതിനകത്ത് പറഞ്ഞു ഡെപ്ത്ത് കൂടുതൽ വേണം. അപ്പോൾ ഡെപ്ത്ത് കൂടുതൽ വേണമെങ്കിൽ അത്രയും കോൺക്രീറ്റും അത്രയും സ്റ്റീലും നമുക്ക് വേണം. സോ അതുകൊണ്ട് 1 വേ സ്ലാബ് ലെസ് എക്കണോമിക്കൽ ആസ് കമ്പയർഡ് ടു 2 വേ സ്ലാബ്. അടുത്ത നമ്മൾ പറയുന്നത് IS കോഡ് റെക്കമെൻഡേഷൻസാണ്. ഇതെല്ലാം നമ്മൾ ഡിസൈനിൽ പ്രോബ്ലം ചെയ്തപ്പോൾ യൂസ് ചെയ്ത കാര്യങ്ങളാണ്. നമുക്ക് ഓരോ ഡയമെൻഷനും എത്ര വാല്യൂ ആണ് എടുക്കേണ്ടത്, IS കോഡ് പ്രകാരം എത്ര വാല്യൂവിൻ്റെ ഉള്ളിൽ വരാം, അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലോസ് നമ്മുടെ IS കോഡിൽ ഏതാണ് പറയുന്നതെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള വാല്യൂസാണ്. ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം കേട്ടോ. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് സ്ലാബാണ്. അപ്പോൾ കണ്ടിന്യൂസ് സ്ലാബ് എന്താണെന്ന് നമുക്കറിയാം. സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് എന്ന് പറയുമ്പോൾ 2 സപ്പോർട്ടിനകത്ത് ഇരിക്കുന്ന സ്ലാബാണ് സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ്. കണ്ടിന്യൂസ് സ്ലാബ് എന്ന് പറയുമ്പോൾ എന്താണ്, 2 സപ്പോർട്ടിനേക്കാളും കൂടുതൽ, അതായത് 2ൽ അധികമുള്ള സപ്പോർട്ടിനകത്ത് വരുന്ന സ്ലാബുകളാണ് കണ്ടിന്യൂസ് സ്ലാബ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് കണ്ടിന്യൂസ് സ്ലാബിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിലിംഗ്. അതായത് നമ്മളൊരു കണ്ടിന്യൂസ് സ്ലാബിൽ റീഇൻഫോഴ്സ്മെൻറ്റ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അത് ജസ്റ്റ് നമുക്ക് ആ ഫിഗർ വരയ്ക്കാനാണ് പഠിക്കേണ്ടത്. അതിൻ്റെ കൂടുതൽ ഡിസൈനോ കാര്യങ്ങളോ നമുക്കില്ല. ജസ്റ്റ് ആ ഫിഗർ എങ്ങനെയാണെന്ന് വരയ്ക്കാനായിട്ട് നമുക്ക് തിയറി ക്വസ്റ്റനായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ ഫിഗർ വരയ്ക്കാൻ പഠിക്കണം. അപ്പോൾ അതിനകത്ത് ആ ഫിഗറിൽ നമ്മൾ കാണിച്ചിരിക്കുന്നതിൽ മനസ്സിലാക്കുന്ന ഇത്രയേ ഉള്ളൂ. നമുക്ക് സപ്പോർട്ട് വരുമ്പോഴത്തേക്കും സപ്പോർട്ടിനകത്ത് റീഇൻഫോഴ്സ്മെൻറ്റ് ടോപ്പ് പോർഷനിലാണ് നമ്മൾ കൊടുക്കുക. അത് നമുക്കറിയാം ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിനകത്ത് താഴെ ടെൻഷനും മേലെ കംപ്രഷനും ആണല്ലോ. അപ്പോൾ സപ്പോർട്ട് വരുമ്പം നമ്മൾ മേലെ കംപ്രഷൻ്റെ പോർഷനിലും മിഡ് സ്പാൻ ആകുമ്പോഴത്തേക്കും ടെൻഷൻ സ്പാനിലും ആയിരിക്കും നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അതുപോലെ നമ്മൾ ആ ബെൻഡ് ചെയ്തിരിക്കുന്നുണ്ടോ, റീഇൻഫോഴ്സ്മെൻറ്റ് ബാർ ബെൻഡ് ചെയ്തിരിക്കുന്നതൊക്കെ അതിന് ഓരോ കണ്ടീഷൻസ് ഉണ്ട്. നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഇത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ബെൻഡ് ചെയ്യേണ്ടതെന്നുണ്ട്. ആ വാല്യൂസാണ് നമ്മൾ ആ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഡീറ്റെയിലിങ് വരയ്ക്കുമ്പോൾ അതുപോലെ തന്നെ മെൻഷൻ ചെയ്യണം കേട്ടോ. അടുത്ത നമ്മൾ പറയുന്നത് കോർണർ റീഇൻഫോഴ്സ്മെൻറ്റ് എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓർക്കുന്നുണ്ടോ, നമ്മൾ ക്ലാസ്സിൽ 2 വേ സ്ലാബിൻ്റെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ടോർഷൻ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോർണറിൽ ഗ്രിഡായിട്ട് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു. അതായത് ടോർഷൻ വരുമ്പോഴത്തേക്കും നമ്മളുടെ കോർണർ ലിഫ്റ്റപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. സോ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ഡിസൈനിനകത്ത് അതിൻ്റെ സ്റ്റെപ്പുകളെല്ലാം എഴുതിയിരുന്നു. സോ ആ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്, ടോർഷനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്യാൻറ്റിലിവർ സ്ലാബ്. ക്യാൻറ്റിലിവർ എന്ന് പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം എന്താണ്, 1 സൈഡ് ഫിക്സ്ഡും അതർ സൈഡ് ഫ്രീയും ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ഫിഗർ നോക്കിക്കുക. ആ ഫിഗറിൽ നമുക്കറിയാം ലോഡ് വന്നു കഴിയുമ്പോൾ, ലോഡ് മേളിൽ നിന്നാണല്ലോ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ മേളിൽ നിന്ന് ലോഡ് വന്നു കഴിയുമ്പോഴത്തേക്കും അതിന് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ഒരു ബെൻഡിങ്ങിന് ടെൻഡൻസി ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ബെൻഡിങ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ടത് ടോപ്പിൽ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്.
സാധാരണ സ്ട്രക്ചറിൽ നമ്മൾ ബോട്ടത്തിലല്ലേ കൊടുക്കുക. ഇവിടെ ബെൻഡിങ് വരുന്നത് ടോപ്പ് സൈഡിലായതുകൊണ്ട് ടോപ്പിൽ വേണം നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് അടുത്തത് പറഞ്ഞിരിക്കുന്ന ഈ നമ്മളുടെ ക്യാൻറ്റിലിവർ സ്ലാബിൻ്റെ ഡിസൈൻ കൺസിഡറേഷൻസ് ആണ്. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എടുക്കുന്ന അപ്രോക്സിമേറ്റ് വാല്യൂസ് ആണ്. L/D റേഷ്യോ എത്ര എടുക്കണം, അതുപോലെ തന്നെ എഫക്റ്റീവ് ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ബെൻഡിങ് മൊമെൻറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള ഇക്വേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പ്രോബ്ലം സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബിൻ്റെയാണ് പഠിച്ചത്. ദെൻ നമ്മളുടെ സ്ലാബിനകത്തുള്ള ലാസ്റ്റ് ടോപ്പിക്കാണ് റീസ്ട്രെയിൻഡ് സ്ലാബ് ആൻഡ് അൺറീസ്ട്രെയിൻഡ് സ്ലാബ്. റീസ്ട്രെയിൻഡ് സ്ലാബ് എന്ന് പറഞ്ഞാൽ തെർമൽ എക്സ്പാൻഷനും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതാണ് റീസ്ട്രെയിൻഡ് സ്ലാബ്സ്. അത് ഡയറക്റ്റ് കോൺടാക്റ്റ് വിത്ത് ബാക്കിയുള്ള ഇതുമായിട്ട് പാർട്സുമൊക്കെ ആയിട്ട് ഡയറക്റ്റ് കമ്പോണൻസുമായിട്ട് കോൺടാക്റ്റ് വരുന്നതാണ് റീസ്ട്രെയിൻഡ് സ്ലാബ്. അൺറീസ്ട്രെയിൻഡ് സ്ലാബ് എന്ന് പറഞ്ഞാൽ നമ്മളതിനകത്ത് തെർമൽ എക്സ്പാൻഷൻ എന്നുള്ളൊരു കാര്യം കൺസിഡർ ചെയ്യുന്നില്ല. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് സ്ലാബിൽ വരുന്ന ബേസിക് ആയിട്ടുള്ള തിയറികൾ. ഇതിൻ്റെ ഡിസൈനാണ് നമുക്ക് പാർട്ട് ബിയിൽ ചോദിക്കുക. നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. പാർട്ട് എയിൽ ചോദിക്കുന്ന തിയറി 3 മാർക്കിന് ചോദിക്കുന്ന തിയറി ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് സ്ലാബ് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന്. അടുത്തത് സ്റ്റെയർ കേസ്. നമ്മുടെ അടുത്ത പാർട്ടാണ് ഇത് വരുന്നത്, സ്റ്റെയർ കേസ്. അപ്പോൾ സ്റ്റെയർ കേസിനകത്ത് നമ്മൾ ഡിസൈൻ ചെയ്തിരുന്നു. ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ കേസിൻ്റെ ഡിസൈനാണ് നമ്മളതിനകത്ത് വർക്കൗട്ട് ചെയ്തത്. അടുത്തത് ഇതിനകത്ത് നമ്മൾ സ്റ്റെയർ കേസിനകത്ത് പറയുന്ന ഫസ്റ്റ് വൺ പ്രൊപ്പോർഷനിങ് ഓഫ് സ്റ്റെയർ കേസാണ്. അതായത് സ്റ്റെയർ കേസിനകത്ത് നമുക്ക് ഓരോന്നിൻ്റെയും ഡൈമെൻഷൻസ് അപ്രോക്സിമേറ്റ്ലി എത്രയാണ് എടുക്കേണ്ടതെന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഇപ്പോൾ നമ്മളുടെ ഈ മൊഡ്യൂളിൽ രണ്ടാമത്തെ ടോപ്പിക്കാണ് സ്റ്റെയർ കേസ്. സ്റ്റെയർ കേസിൻ്റെ ഡിസൈൻ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിരുന്നു. ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ കേസിൻ്റെ ഡിസൈനാണ് ചെയ്തത്. അപ്പോൾ നമ്മളതിൽ യൂസ് ചെയ്തിട്ടുള്ള വാല്യൂസൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് IS കോഡ് പ്രകാരം ഓരോന്നിനും നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ഏത് റേഞ്ചിൽ വരെയൊക്കെ നമുക്ക് വാല്യൂ എടുക്കാം, വിഡ്ത്ത് എത്ര എടുക്കാൻ പറ്റും, ഹൈറ്റ് എത്ര എടുക്കാൻ പറ്റും, നമ്മൾ ഓരോ ഫ്ലൈറ്റിൻ്റെയും ഹൈറ്റ് ഇൻക്ലിനേഷൻ നമുക്ക് എത്രയാണ് കൊടുക്കാൻ പറ്റും, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഡേറ്റാസാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ പ്രോബ്ലം ചെയ്യാൻ യൂസ് ചെയ്താണ്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഇതിൽ വരുന്ന ലോഡ് നമ്മൾ പറഞ്ഞിരുന്നു, പ്രോബ്ലം ചെയ്തപ്പോൾ യൂസ് ചെയ്തു. ലൈവ് ലോഡ്, ഡെഡ് ലോഡാണ്. ഡെഡ് ലോഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിരുന്നു. ലൈവ് ലോഡ് എന്ന് പറയുന്നത് പബ്ലിക് ബിൽഡിംഗ് നിറച്ച ആളുകൾ വരുന്ന സ്ഥലമാണെങ്കിൽ 5 kN/m² ആയിട്ടും റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് 3 kN/m² എന്ന് അസ്യൂം ചെയ്യാം. ഇനി സ്റ്റെയർ കേസിനകത്തുള്ള ലോഡിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഓപ്പൺ വെല്ലുള്ള സ്റ്റെയർ കേസ് ആണെങ്കിൽ നമ്മൾ ലോഡ് ഓൺ ഏരിയാസ് കോമൺ ടു എനി സച്ച് സ്പാൻസ് എന്ന് പറയുന്നത് ഏകദേശം ഹാഫ്, അതായത് ഓരോ ഡയറക്ഷനിലും പകുതി ടോട്ടൽ ലോഡിൻ്റെ ഹാഫായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ നമ്മൾ ലാൻഡിങ് പ്രോബ്ലം ചെയ്തപ്പോൾ നമ്മൾ എടുത്തിരുന്നു. ലാൻഡിങ് വരുമ്പോൾ ലാൻഡിങ്ങിനകത്ത് നമുക്ക് എന്തിൻ്റെ മാത്രമേ സ്ലാബിൻ്റെ മാത്രമേ ലോഡ് വരുന്നുള്ളൂ. എക്സ്ട്രാ സ്റ്റെപ്പുകളുടെ ലോഡൊന്നും നമ്മൾ ഡിസ്ട്രിബ്യൂഷനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അടുത്തത് ത്രെഡ് ആൻഡ് റൈസർ ടൈപ്പ് സ്റ്റെയർ കേസാണ്. അപ്പോൾ അതിനകത്ത് എന്തായിരിക്കും, വേസ്റ്റ് സ്ലാബ് ഉണ്ടാവില്ല. ജസ്റ്റ് ത്രെഡ് റൈസ് ആ ഒരു രീതിയിലായിരിക്കും, ഫോർമാറ്റിലായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് പോവുക. അതിൻ്റെ അടിയിൽ അതിനെ കണക്ട് ചെയ്തിട്ടുള്ള ഡെക്ക് സ്ലാബ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വെയിറ്റ് സ്ലാബ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതാണ് നമുക്ക് ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ കേസുമായിട്ട് ത്രെഡ് ആൻഡ് റൈസർ ടൈപ്പ് സ്റ്റെയർ കേസിനകത്ത് വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റെയേഴ്സ് സപ്പോർട്ടഡ് ഓൺ ലാൻഡിംഗ് എന്ന് പറയുന്നതാണ്. അതൊരു 1 വേ സ്ലാബ് പോലെ, അല്ലെങ്കിൽ 1 വേ സ്ലാബ് സ്പാനിങ് വരുന്ന, വാൾസിൻ്റെ ഇടയ്ക്ക് 1 വേ സ്ലാബ് സ്പാനിങ് വരുന്ന ടൈപ്പ് സ്റ്റെയർ കേസാണ്. നമുക്ക് 2 ലാൻഡിങ്ങിൻ്റെ ഇടയ്ക്കാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിലിംഗ്, അതായത് എങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് വരിക എന്നുള്ളതാണ് നമ്മൾ ആ ഫിഗറിനകത്ത് കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമുക്ക് സ്റ്റെയർ കേസിങ്ങിൻ്റെ ഗോയിങ് എന്ന് പറയുന്നത് എന്താണ്? ഗോയിങ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫേസസ് ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് റൈസർ. ഫസ്റ്റ് റൈസറും ലാസ്റ്റ് റൈസറും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. അതേസമയം നോസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്റ്റെയർ കേസിൽ സ്റ്റെപ്പ് കൊടുത്ത് കഴിയുമ്പം ആ സ്റ്റെപ്പിനകത്ത് ത്രെഡിൻ്റെ പോർഷൻ കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിതായിട്ട് ചെറുതായിട്ട് നമുക്ക് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കില്ലേ ഫ്രണ്ടിലോട്ട്, ആ പോർഷനെയാണ് നമ്മൾ നോസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ടൈപ്സ് ഓഫ് സ്റ്റെയർ കേസാണ്. അതിൻ്റെ ഡിഫറെൻറ്റ് ഡീറ്റെയിലിങ്ങുകളാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ഓരോന്നിൻ്റെയും ഷേപ്പാണ് 3 മാർക്കിന് സ്കെച്ച് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. സോ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ തിയറി പോർഷൻ എന്ന് പറയുന്നത്.